വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം, അതിലൊരു സഹായത്തിന്റെ പ്രഖ്യാപനം അത് ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുന്ന പ്രതീക്ഷ കേരളത്തിനെല്ലാം ഉണ്ട് അല്ലെ? കഴിഞ്ഞ ദിവസമാണ് എംപിമാരെല്ലാം അമിത്ഷായെ കണ്ട് ഈ നിവേദനം നൽകിയത്. എത്ര കൂടിയാ? 2200 കോടിയോളം രൂപയാണ് കേരളം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഒപ്പം തന്നെ ഒരു കാര്യം കൊണ്ടുണ്ട് വിനിത, ഒരു കാര്യത്തിൽ കൂടെ, കാരണം ഇത് അതീവ ഗുരുതര സ്വഭാവമുള്ള ദുരന്തത്തിന്റെ പട്ടികയിലേക്ക് ഇന്നലെ കേന്ദ്ര മന്ത്രിസഭ മാറ്റി എന്ന ഒരു വാർത്ത കൂടെ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു സഹായം ലഭിക്കുന്നത് അതിനെ കൂടുതൽ എളുപ്പമാക്കുമോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? വെരി വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് പ്രജിൻ. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നല്ല മഞ്ഞുകാലം ഇങ്ങനെ തുടങ്ങുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പുലർച്ചയിൽ ഇങ്ങനെ അധികം ആളുകളൊന്നും തന്നെ പുറത്തേക്ക് ഇറങ്ങാറില്ല. ഇവിടെ വായുമലിനീകരണം ഒക്കെ രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ മോർണിംഗ് വാക്കിനൊക്കെ തന്നെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആളുകൾക്ക് ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയാം. ഈ മഞ്ഞുകാലം ആയതുകൊണ്ട് തന്നെ ഒരു 7-7:30 കഴിയണം നമ്മുടെ കേരളത്തിലേക്ക് രീതിയിൽ ഒരു വെളിച്ചമൊക്കെ ഇവിടെ ഉണ്ടാകണമെങ്കിൽ. ഇനി ആ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ 2221 കോടി രൂപയാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യസഭയിലെയും ലോക്സഭയിലെയും 24 എംപിമാർ ചേർന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിൽ കേരളത്തിന്റെ നിവേദനം എംപിമാർ കൈമാറിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഇതുവരെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു നയാ പൈസ പോലും കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന ഈ ആളുകളുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അത് ഒരു പോസിറ്റീവായ തരത്തിൽ തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അത്തരം സന്ദർശനം അത് കേരളത്തിന് വലിയ പ്രതീക്ഷ നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ ആയിട്ടും ഒരു സഹായവും ലഭ്യമായിട്ടില്ല. ആളുകൾക്ക് വീടുകൾ നഷ്ടമായി. ഇങ്ങനെ ഈ വയനാട് നേരിട്ട ദുരന്തം അത് വലിയ രീതിയിൽ തന്നെ വളരെ വ്യക്തമായി തന്നെ ആ നിവേദനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് അടിയന്തരമായി സഹായം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഈ എംപിമാരുമൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് അമിത്ഷാ പറഞ്ഞത് ഈ കാര്യത്തിൽ താൻ പരിശോധിച്ച് ഇന്ന് വൈകിട്ട് മറുപടി നൽകാമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഈ അതിതീവ്രമായിട്ടുള്ള വിഭാഗത്തിൽ ഇതിനെ ഉൾപ്പെടുത്തുക, ഈ ദുരന്തത്തെ ഉൾപ്പെടുത്തുക എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അത് പരിശോധിച്ചതിന് ശേഷം മാത്രം അക്കാര്യത്തിൽ താൻ ഒരു വിവരം എന്താണെങ്കിലും നൽകാം എന്നാണ് പറയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡേറ്റകൾ ഇപ്പോൾ തന്റെ കൈവശമില്ല. അത് താൻ പരിശോധിക്കട്ടെ, അതിനുശേഷം മറുപടി നൽകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതേസമയം ഒരു ദേശീയ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എംപിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഇന്നൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അത് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അതിനുശേഷം മാത്രമായിരിക്കും അറിയാൻ കഴിയുക. കാരണം ഇന്നലെ ഹാരിസ് ബീരാൻ നൽകിയ ചോദ്യത്തിന് കേന്ദ്രം നൽകിയ മറുപടിയും ഈ ദുരന്ത നിവാരണത്തിന്റെ ഒരു പ്രാഥമിക ഉത്തരവാദിത്തം അത് സംസ്ഥാനത്തിന് തന്നെയാണ് ഉള്ളത്. ഇതിനാവശ്യമായിട്ടുള്ള പിന്തുണ നൽകുക മാത്രമാണ് കേന്ദ്രം ചെയ്യുന്നതെന്നാണ്. എന്താണെങ്കിലും 2221 കോടി രൂപയാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി വിനീത, അപ്പോൾ ഒരു നല്ല ദിനം വിനീതക്ക് ആശംസിക്കുന്നു. ഒരു എന്താ പറയാ, ഒരു ഫ്രഷ് ആയിട്ട് നമ്മുടെ മോർണിംഗ് വാക്കിൽ തന്നെ വന്നതിൽ ഇന്ന് നല്ല ദിനമായിരിക്കും എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. മാത്രവുമല്ല നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റുമായിട്ട് വിനീത താമസിയാതെ വരുമെന്ന് പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. മോർണിംഗിൽ ആ പോസിറ്റീവ് ചിന്തയോടുകൂടെ വിനീതയെ നമുക്ക് വിടാം.